വെബ് ഡെവലപ്മെന്റ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് PHP യുടെ കൂടെ എങ്ങനെയാണ് MySQL ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണ്. MySQL അഥവാ MySQL എന്നാണ് പറയുന്നത്. ഇതൊരു RDBMS ആണ്, അതായത് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, RDBMS. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു വെബ്സൈറ്റിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്. ഒരു കസ്റ്റമർ ആ കസ്റ്റമർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ഫോമാണ് രജിസ്ട്രേഷൻ ഫോം. അതിനകത്ത് നെയിം ഉണ്ടാവും, ഇമെയിൽ ID ഉണ്ടാവും, ഫോൺ നമ്പർ ഉണ്ടാവും, അഡ്രസ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് എൻ്റർ ചെയ്യുന്നത്. ഈ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു പ്ലാറ്റ്ഫോം വേണം. അതാണ് നമ്മൾ MySQL എന്ന് പറയുന്നത്. MySQL തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡാറ്റാബേസിനകത്ത് എത്ര ടേബിൾസ് വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ആ ഡാറ്റാബേസിനകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫോമിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ്, രജിസ്ട്രേഷൻ ഫോമിൽ എൻ്റർ ചെയ്യുന്ന ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ SQL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് SQLന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ്. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഈ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡാറ്റാബേസിന്റെ ടേബിളിലേക്ക് ഓരോ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് PHP MyAdmin അടിച്ചു കഴിയുമ്പോൾ, അതായത് ലോക്കൽ ഹോസ്റ്റ് സ്ലാഷ് PHP MyAdmin അടിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോയാണ് വരുന്നത്. ഇപ്പൊ ഞാൻ പണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് PHP MySQL, അതായത് ഇത് കണ്ടോ, അപ്പാച്ചെ എന്ന് പറയുന്നത് നമ്മൾ PHP ചെയ്യാനുള്ള നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. MySQL എന്ന് പറയുന്നത് നമുക്ക് ഡാറ്റാബേസ് മാനേജ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ. അപ്പൊ നോർമലി ഈ MySQL എന്ന് പറയുന്നത് സ്റ്റാർട്ട് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരിക്കലും ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കിട്ടത്തില്ല. അപ്പൊ ഫസ്റ്റ് PHP MyAdmin നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ കൺട്രോൾ പാനലിൽ വന്നിട്ട് ഇത് എന്തായാലും സ്റ്റാർട്ട് ആയിരിക്കണം. ഇത് പച്ച കളറിലായിരിക്കണം. ഇതിന്റെ പോർട്ട് കണക്ട് ആയിരിക്കണം 3306. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് PHP MyAdmin ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡാറ്റാബേസസ്, SQL, സ്റ്റാറ്റസ്, യൂസർ അക്കൗണ്ട്, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം, ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ആ ഡാറ്റാബേസിനകത്ത് വേണം നമുക്ക് നമ്മുടെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാനും അതിനകത്തേക്ക് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാനും. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ഒരു ഡാറ്റാബേസിന്റെ പേര് ഞാൻ കൊടുക്കുന്നു. തൽക്കാലം DB1 എന്നും പറഞ്ഞ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. DB1 എന്നും പറഞ്ഞൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ രജിസ്ട്രേഷൻ ഫോമിലെ ഡാറ്റ സേവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ടേബിൾസിനകത്തായിരിക്കും നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഞാനിവിടെ കോൺടാക്ട് എന്നും പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ടേബിളിന്റെ പേര് കോൺടാക്ട് എന്നാണ്. ഇപ്പം നമ്പർ ഓഫ് കോളംസ് എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എത്ര എണ്ണം ഉണ്ട്, എത്ര ഫീൽഡ് ഉണ്ടെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, അങ്ങനെ 3 ഫീൽഡാണ് നമുക്കുള്ളത്. ഇപ്പൊ നോർമലി ഒരു ID എന്തായാലും ആദ്യം വരും. അപ്പൊ നമുക്ക് 4 കോളമാണ് വേണ്ടത്. ഓൾറെഡി നമുക്കിവിടെ 4 ആണ്, 4 സെലക്ട് ചെയ്യുക, 5 ആണ്, 5 സെലക്ട് ചെയ്യുക. ദെൻ ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫീൽഡ് ജനറേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യത്തേതിന് ഞാൻ ID എന്നും പറഞ്ഞു കൊടുക്കുന്നു. ID എന്ന് പറയുന്നത് നമ്പേഴ്സ് ആയിരിക്കും. 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്പേഴ്സ് ആയിരിക്കും. സോ നമ്പർ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഇന്റ് ആണ് ഉപയോഗിക്കുന്നത്. ലെങ്ത് 11 എന്നും പറഞ്ഞ് വാല്യൂ കൊടുക്കും. ഇവിടെ നമ്മൾ ഓട്ടോ ഇൻക്രിമെന്റ്, അതായത് AI എന്നും പറഞ്ഞ് കാണുന്നത് ഓട്ടോ ഇൻക്രിമെന്റ് ആണ്. ഇത് ചെക്ക് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഓട്ടോ ഇൻക്രിമെന്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 1, 2, 3, 4 എന്നും പറഞ്ഞ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ. ഇപ്പൊ ആദ്യം ഞാനൊരു എൻട്രി ഇടുന്ന സമയത്ത് അതിന്റെ ID എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇപ്പൊ രണ്ടാമത് നമ്മൾ ഈ 2 എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് MySQL തന്നെ അത് 1, 2, 3, 4, 5 അങ്ങനെ ആയിരിക്കും അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നെയിം ആണ്. ഞാനിവിടെ നെയിം എൻ്റർ ചെയ്തു. നെയിം എന്ന് പറയുന്നത് സ്ട്രിങ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ വാർക്യാർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഒരു 200 എന്നുള്ളത് ലെങ്ത് കൊടുക്കുക. അതായത് നമുക്ക് എത്ര ലെങ്ത് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വാർക്യാർ 200 കൊണ്ട് ഉപയോഗിക്കുന്നത്. നെയിം, ഫോൺ നമ്പർ, ഫോൺ നമ്പരും അതുപോലെ തന്നെ നമ്മൾ വാർക്യാർ കൊടുക്കുന്നു.
ലെങ്ത് 200 തന്നെ കൊടുക്കുന്നു. പിന്നെ ഒരു ഇമെയിൽ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ കൊടുക്കുന്നു. വാർക്കാർ തന്നെ കൊടുക്കുന്നു. 200 കൊടുക്കുന്നു. ദെൻ നമുക്ക് ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ഇപ്പൊ ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് വന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റും DB1 എന്നും പറഞ്ഞൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് കോൺടാക്ട് എന്നും പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളംസ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇമെയിൽ വാർക്കാർ, ID, ഇന്റ്, നെയിം വാർക്കാർ, ഫോൺ വാർക്കാർ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ആ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിനകത്തുള്ള കോളംസ് കാര്യങ്ങൾ കാണാനും എല്ലാം നമുക്ക് പറ്റും. ഇനിയിപ്പോ നമുക്ക് ഇവിടെ ബ്രൗസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടേബിളിലെ ഡാറ്റ വന്നു കഴിയുമ്പോൾ, അതായത് ഇവിടെ ഇപ്പൊ ടേബിളിന്റെ സ്ട്രക്ചർ മാത്രമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ അവിടുന്ന് ഡാറ്റ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഈ ഡാറ്റ വരുന്നുണ്ടാവും. അപ്പൊ ഈ ബ്രൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിളിലുള്ള എല്ലാ ഡാറ്റയും നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിളിന്റെ സ്ട്രക്ചർ കാണാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ടേബിളിൽ ID ഉണ്ട്, നെയിം ഉണ്ട്, ഫോൺ ഉണ്ട്, ഇമെയിൽ ഉണ്ട്. ഇതിന്റെ ഓരോന്നിന്റെ ടൈപ്പ് എന്താണ്, കൊളേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാറ്റാബേസിന്റെ ഏകദേശം എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെയാണ് PHP നമ്മളൊരു ഫോമിൽ ഡാറ്റ എൻ്റർ ചെയ്ത് അത് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.